RDX ഇന്നത്തെ ആദ്യത്തെ വിഷയത്തിലേക്ക്. കേരളത്തിലെ ഒരു ക്യാമ്പസിൽ നിന്ന് പിടികൂടിയ ഏറ്റവും ഉയർന്ന അളവ് കഞ്ചാവ് വേട്ടയുടെ വാർത്ത കേട്ടാണ് കേരളം ഇന്നുണർന്നത്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ ഇന്ന് പുലർച്ചെ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. KSU SFI നേതാക്കളടക്കം 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. രാഷ്ട്രീയ ആരോപണങ്ങൾ മാറ്റി നിർത്തി ഇതിന്റെ വസ്തുതാന്വേഷണത്തിലേക്ക് കടക്കുകയാണ് RDX. എന്താണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ സംഭവിച്ചത്? നമ്മുടെ ക്യാമ്പസുകൾ പൂർണ്ണമായും ലഹരിയുടെ കേന്ദ്രങ്ങളായി കഴിഞ്ഞോ? കുട്ടികളെ കരുവാക്കുന്ന ലഹരി മാഫിയ കാണാപ്പുറത്തുണ്ടോ? ആദ്യം ഒരു റിപ്പോർട്ട് കാണുക. 59 സെക്കൻഡ്. കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ 2 മുറികളിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ഇതിൽ KSU പ്രവർത്തകനായ ആദിലിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് 1.97 കിലോഗ്രാം കഞ്ചാവ്. SFI പ്രവർത്തകൻ അഭിരാജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് 9.7 ഗ്രാം കഞ്ചാവ്. ഈ 2 പേരും റെയ്ഡിന്റെ സമയത്ത് ഹോസ്റ്റലിൽ ഇല്ലായിരുന്നു. ആദിലിന്റെ റൂംമേറ്റും KSU അനുഭാവിയുമായ ആകാശിന് ഉയർന്ന അളവിൽ കഞ്ചാവ് കൈവശം വെച്ചതുകൊണ്ട് ജാമ്യം കിട്ടിയില്ല. ക്യാമ്പസ് യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജിനും SFI അനുഭാവിയായ ആദിത്യനും പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് 10 ഗ്രാമിൽ താഴെയായതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടി. എല്ലാവരും കുറ്റം പൂർണ്ണമായി നിഷേധിക്കുന്നു. ഇരു സംഘടനകളും പരസ്പരം കുറ്റാരോപണം നടത്തുന്നു. കുട്ടികൾ കൂട്ടത്തോടെ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോളിടെക്നിക് കോളേജ് 1 മാസമായി പോലീസിന്റെയും ആന്റി നാർക്കോട്ടിക് വിഭാഗത്തിന്റെയും കർശന നിരീക്ഷണത്തിലായിരുന്നു. കഞ്ചാവിന്റെ ഉറവിടം സംബന്ധിച്ച് വിശദമായ തുടരന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് പറയുന്നു. ചെറുപ്പക്കാര് രാസലഹരിയുടെയും മറ്റ് ലഹരി മരുന്നുകളുടെയും ഉപയോഗം വർദ്ധിക്കുന്നു എന്നൊരു ആരോപണം സമൂഹത്തിലാകെ ഉണ്ടായി വരുന്നു. അച്ഛനെ കൊല്ലുന്ന കുട്ടികളുണ്ടാകുന്നു, അമ്മയെ കൊല്ലുന്ന കുട്ടികളുണ്ടാകുന്നു, ലഹരിയുടെ ഉപയോഗം അതിര് കടന്നിരിക്കുന്നു എന്ന ആശങ്കയുള്ളപ്പോഴാണ് ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഒരു പോളിടെക്നിക് ക്യാമ്പസിൽ നിന്ന്, ഒരു കോളേജ് ക്യാമ്പസിൽ നിന്ന് ഇത്ര വലുപ്പത്തിലുള്ളൊരു ലഹരി വേട്ട നടക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളെല്ലാം പരിശോധിച്ചിട്ട് വരാം. ഹോസ്റ്റലിൽ നടന്നത് എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോസ്റ്റലിൽ നടന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, രഹസ്യവിവരാടിസ്ഥാനത്തിൽ പോലീസ് ഡാൻസ് ഓഫ് പരിശോധന വ്യാഴാഴ്ച രാത്രി 9 മണിക്കാണ് തുടങ്ങിയത്. വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് പരിശോധന ആരംഭിച്ചു. ഇതേ തുടർന്നാണ് വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിവരെ ഈ പരിശോധന നീണ്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിവരെ നീണ്ടു. കഞ്ചാവ് കണ്ടെത്തിയത് അന്വേഷണ സംഘമാണ്, ഈ ഡാൻസ് ഓഫ് സംഘമാണ്. കഞ്ചാവ് പിടിച്ചത് ആരിൽ നിന്നാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പെരിയാർ ഹോസ്റ്റലിലെ 2 മുറികളിൽ നിന്ന് KSU നേതാവ് ആദിലിൻ്റെ മുറിയിൽ നിന്ന് പിടിച്ചത് 1.9 കിലോഗ്രാം. അറസ്റ്റിലായത് KSU അനുഭാവി ആകാശ്. കഞ്ചാവ് പിടിച്ചെടുക്കുമ്പോൾ ആദിൽ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ആദിലിനെയും കേസിൽ പ്രതിചേർത്തേക്കും എന്നതാണ് ഇപ്പോഴത്തെ നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യം. അഭിരാജിൻ്റെയും ആദിത്യത്തിൻ്റെയും മുറിയിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു എന്നാണ് കാണുന്നത്. അഭിരാജ് SFIയുടെ യൂണിയൻ ഭാരവാഹിയാണ്. പിടിച്ചെടുക്കുമ്പോൾ അഭിരാജ് മുറിയിൽ ഉണ്ടായിരുന്നില്ല. പിടിയിലായവരെല്ലാം 3-ാം വർഷ വിദ്യാർത്ഥികൾ ആണ്. ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നു എന്ന ഒരു വിവരമാണ് അവിടെ ഉള്ളത്. ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട്. കഞ്ചാവ് സൂക്ഷിച്ചത് വിൽപ്പനക്കാണ് എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ലഹരി എത്തിച്ചത് ഹോളി ആഘോഷം കൊഴുപ്പിക്കാനാണ് എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടിരിക്കുന്നത്. തൂക്കി വിൽക്കുന്ന ത്രാസും ഈ മുറികളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകാശ് 14 ദിവസം റിമാൻഡിലാണ്. അഭിരാജിനും ആദിത്യനും സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. താരതമ്യേന കുറഞ്ഞ അളവ് മാത്രമാണ് കണ്ടത് എന്നതുകൊണ്ട് കഞ്ചാവ് സൂക്ഷിച്ചത് വിൽപ്പനക്കാണ് എന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ആരാണ് കഞ്ചാവ് എത്തിച്ചത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ. ലഹരി എത്തിച്ചത് ഹോളി ആഘോഷം കൊഴുപ്പിക്കാനാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ പൂർവ്വ വിദ്യാർത്ഥിയായ ഒരാളാണ് കഞ്ചാവ് എത്തിച്ചത് എന്നതാണ് നമ്മൾ കാണുന്നത്. ആകാശ് 14 ദിവസം റിമാൻഡിലാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ്. കഞ്ചാവ് എത്തിച്ചത് പൂർവ്വ വിദ്യാർത്ഥിയാണ് നിഗമനം. പൂർവ്വ വിദ്യാർത്ഥികൾ സ്ഥിരം വന്നു പോകുന്നുവെന്ന് പോലീസ് പറയുന്നു. നേരത്തെയും ലഹരി പിടിച്ചുവെന്ന് കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. വിദ്യാർത്ഥികൾ പറയുന്നത് ഇതാണ്: ആകാശ് നിരപരാധി എന്ന് SFIയും KSUവും പൂർവ്വ വിദ്യാർത്ഥികൾ ആരോ കുടുക്കിയതാണെന്ന് അഭിരാജ് പറയുന്നു. ആദിലിനും സുഹൃത്ത് അനന്തുവിനുമെതിരെ SFI ഇതിനകം തന്നെ രംഗത്തെത്തി. ആദിലും അനന്തവും പോലീസിനെ കണ്ട് ഓടിയെന്നാണ് ആരോപണം. SFIയുടേത് രാഷ്ട്രീയ ആരോപണമാണെന്നാണ് ആദിൽ പറയുന്നത്. 3 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോളേജ് ഇതിനകം തന്നെ. ആദിലിനും സുഹൃത്ത് അനന്തുവിനെതിരെ SFI നേരിട്ടെത്തിയിട്ടുണ്ടെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതിൻ്റെ വിശദമായ ചർച്ചകളിലേക്ക് പോകാം. നമുക്കതിൻ്റെ വിശദാംശങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഹർഷൻ, ഇതിനകം തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അതായത് ക്യാമ്പസിനകത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ
അങ്ങനെ വ്യത്യാസമില്ലാതെ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന് വല്ലാത്ത തോതിൽ സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹർഷൻ, എന്താണ് തോന്നുന്നത്? അല്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറിയ കുട്ടികളാണ്. അതുമാത്രമല്ല, ഇവരിപ്പോൾ എല്ലാ പരീക്ഷണങ്ങൾക്കും തയ്യാറെടുക്കുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ അവരെ നമ്മൾ ഒറ്റയടിക്ക് കുറ്റക്കാരാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് നമ്മൾ എന്തായാലും ഈ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും അവിടെ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് മുന്നിൽ അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്, കേസുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളം മുഴുവൻ നന്നായി ഇപ്പോൾ ഈ കഞ്ചാവ് വേട്ട നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ വേട്ട നടക്കുന്നുണ്ട്. 2800-ലേറെ പേർ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ഈ അറസ്റ്റിലായിട്ടുണ്ട്. അത് ശക്തമായ നടപടികളിലേക്ക് കേരളം കടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത് ഇത്രയും സാർവത്രികമായി എല്ലായിടത്തും, എല്ലാ ക്യാമ്പസുകളിലും ഇത്രയും വലിയ അളവിൽ കഞ്ചാവൊക്കെ സൂക്ഷിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന അറിവാണ്. കാരണം നമ്മളൊക്കെ ക്യാമ്പസിൽ പഠിച്ചിട്ടുണ്ട്, അന്നും അവിടെയൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അളവ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഇത് 2 കിലോ അവിടെ നിന്ന് ഒരു ക്യാമ്പസിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു, അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിലേറ്റവും എനിക്ക് ഒട്ടും അത് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം. ഒരു 2 കിലോയൊക്കെ സൂക്ഷിക്കുന്നുണ്ട് ക്യാമ്പസിൽ. അത്രയും അധികം വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ തന്നെ അതിനെ ചെറുക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ തടയേണ്ടതല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലൊരു പ്രധാനപ്പെട്ട സംശയം ഇത് ഈ കഞ്ചാവ് ആയതുകൊണ്ട് സംഭവിച്ചതാണോ എന്നാണ്. കാരണം സമൂഹത്തിൽ കഞ്ചാവ് ഇപ്പോഴും ഒരു നിരോധിത മയക്കുമരുന്ന് തന്നെയാണ്. പക്ഷേ ആളുകൾ വിശ്വസിച്ചു പോരുന്നതും ചർച്ച ചെയ്തു പോകുന്നതും ഒക്കെ കഞ്ചാവ് എന്നത്, ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ എവിടെ നോക്കിയാലും കഞ്ചാവ് ഇങ്ങനെ വിളയുന്നുണ്ടല്ലോ, ബാങ്ക് കടകളിൽ ഇങ്ങനെ കലക്കി കൊടുക്കുന്നുണ്ടല്ലോ, കഞ്ചാവ് ലീഗലൈസ് ചെയ്യേണ്ടതാണ് എന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള നേതാക്കൾ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതാണ്, കഞ്ചാവ് ലീഗലൈസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എന്ന്. ഇങ്ങനെയൊക്കെ ഇത് ഈ നിരോധിത ലഹരി മരുന്നായിരിക്കെ തന്നെ ഇതിനെ നോർമലൈസ് ചെയ്യുന്ന, ഇത് വളരെ സാധാരണ സംഗതിയാണ് എന്ന മട്ടിലുള്ള വലിയ ചർച്ച സമാന്തരമായി നടക്കുന്നുണ്ട്. ഒരു ലോബിയിങ് തന്നെ അതിന് വേണ്ടി നടക്കുന്നുണ്ട്. പലപ്പോഴും പല മാധ്യമപ്രവർത്തകർ പോലും ഇത് ലീഗലൈസ് ചെയ്യുന്നതാണ് നല്ലത് എന്ന മട്ടിലൊക്കെ പറഞ്ഞു പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് മറ്റെല്ലാ മയക്കുമരുന്നിനും അപ്പുറത്ത് കഞ്ചാവ് അങ്ങ് ഉപയോഗിക്കാവുന്നതാണ് എന്ന ഒരു തോന്നലിലേക്ക് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ അത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രാസലഹരിക്കപ്പുറത്ത് ഏറ്റവും വലിയ വിനാശകാരിയായ സംഗതി രാസലഹരി തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഇത് ലീഗലൈസ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു മയക്കുമരുന്ന്, അതും വിദ്യാർത്ഥികളായവർ ഈ മട്ടിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ കച്ചവടക്കാരായി, കാരിയേഴ്സായി മാറുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ്. അതിൽ ഏറ്റവും ശക്തമായ നടപടി തന്നെയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. അതാണ് ഇതിനകത്തിപ്പോൾ ഹർഷനാണെങ്കിലും എനിക്കാണെങ്കിലും മറ്റൊരു അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അതായത് ഇതിനകത്ത് ഹർഷൻ നേരത്തെ പറഞ്ഞുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇതിനകത്ത് കഞ്ചാവ് ക്യാമ്പസിൽ നിന്ന് പിടിക്കുന്നു എന്നത് മാത്രമല്ല പേടിപ്പെടുന്നത്. അതായത് സാധാരണഗതിയിൽ ക്യാമ്പസുകളിൽ കുറച്ച് ഗൗരവത്തോടെ ഇടപെടുമെന്ന് കരുതുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളാണ് ഇതിൻ്റെ മുൻപന്തിയിലുള്ളത് എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് ഇവരൊക്കെ കുറ്റവാളികളാണ് എന്നോ ഇതിൻ്റെ പൂർണ്ണമായിട്ടും വസ്തുത പോലീസർ പറയുന്നത് മാത്രമെടുത്ത് സംസാരിക്കാമെന്ന് കരുതിയിട്ടോ KSUവും SFIയും ആ ക്യാമ്പസിലും മറ്റ് ക്യാമ്പസുകളിലും എല്ലാം നേതാക്കന്മാർ കുഴപ്പക്കാരാണ് എന്നോ ജനറലൈസ് ചെയ്ത് പറയല്ല. പക്ഷേ ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കിലോ ക്യാമ്പസ് ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കണ്ടെടുത്തുമ്പോൾ അങ്ങനെ ക്യാമ്പസിലേക്ക് എത്താതിരിക്കാനുള്ള ജാഗ്രത കാണിക്കേണ്ടുന്ന നേതാക്കളുടെ മുകളിൽ നിന്നാണ് ഇത് പിടിച്ചത് എന്നത് വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കഞ്ചാവ് എന്ന് പറയുന്ന ഈ സംഗതിയുടെ ഉപയോഗം സംബന്ധിച്ച് അവൾ വെറുതെ ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് ChatGPT ചോദിച്ചപ്പോൾ ChatGPT പറയുന്നത് 2800 BCയിൽ ക്രിസ്തുവിന് പിമ്പ് 2800 വർഷം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമുണ്ടെന്നാണ്. അതായത് ചൈനയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ മെഡിസിനൽ യൂസിന് വേണ്ടി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്ന് വെച്ചാൽ 1000, 2000, 3000 എന്ന് വെച്ചാൽ ഒരു 4000 വർഷങ്ങൾക്കപ്പുറം ഇത് പ്രകൃതിദത്തമായിട്ടുള്ള സാധനമാണല്ലോ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ടാകണം ഈ ചരിത്രത്തിൽ. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ഇല്ലീഗലാണ്. ഇത് വല്ലാത്ത തോതിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു നോർമലൈസ് ചെയ്യുക. ഇപ്പോൾ രാസലഹരിയെപ്പറ്റി വരുമ്പോൾ ഇത് അത്രക്ക് കുഴപ്പമുള്ളതല്ലോ എന്ന് താരതമ്യപ്പെടുത്തിയിട്ട് ആളുകൾ പറയും. അത് തെറ്റായ കാര്യമല്ല, പക്ഷേ നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് രാസലഹരിയുടെ ഗേറ്റ് വേ എന്ന നിലയിൽ പ്രവർത്തിക്കും. അതായത് ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് ഇത്തരം ഉപയോഗം നമ്മൾ ഈ നോർമലൈസ് ചെയ്യാതെ അതിശക്തമായിട്ട് ഇപ്പോൾ പോലീസ് എടുത്ത പോലുള്ള നടപടികൾ അവിടെ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് നോർമലൈസ് ചെയ്യപ്പെടും. അപ്പോൾ ഹോളി വരുമ്പോൾ ക്യാമ്പസിൽ നമുക്ക് കഞ്ചാവ് ഉപയോഗിച്ചേക്കാം. നമുക്ക് എല്ലാവർക്കും ഈ ത്രാസ് വെച്ച് വിറ്റ് കുറച്ച് കാശൊക്കെ ഇട്ട് പിരിച്ച് കോളേജ് ക്യാമ്പസുകളിൽ പണ്ട് മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പിരിവിടുന്നത് പോലെ കഞ്ചാവിന് വേണ്ടി പിരിവിട്ട് നടത്താം എന്ന് വിചാരിക്കുന്ന ആളുകളിൽ 60 ആളുകൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ 10 ആളുകൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ സമൂഹത്തിന് വലിയ ത്രെറ്റാണ്. ആ നിലക്ക് അതിശക്തമായുള്ള ഒരു നിലപാട് ഈ പോലീസ് സ്വീകരിച്ചു. നേരത്തെ തന്നെ പോലീസിന്
ഇൻഫർമേഷൻ കിട്ടി. ആ ഇൻഫർമേഷൻ ഞാനത് കണ്ട ദൃശ്യങ്ങളിൽ ഈ പിൻഭാഗത്തുകൂടെ തന്നെ, അതായത് കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തുകൂടെ തന്നെ പോയിട്ട് ഓട് കയറിയിട്ടാണ് പോലീസ് പരിശോധനയ്ക്ക് വേണ്ടി പോകുന്നത്. പോയി കൃത്യമായിട്ട് ആ മുറിയിൽ നിന്ന് ഇത് പിടിച്ചെടുത്തു. കൃത്യമായിട്ട് ഈ ആളുകളെ കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തി. അതായത് കഞ്ചാവ് ലീഗലൈസ് ചെയ്യപ്പെട്ട സംഗതിയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഭാങ് എന്ന സംഗതിക്ക് ഡൽഹിയിൽ നിയമപരമായിട്ട് നിരോധനമില്ല. ഇവിടെ നിരോധനമുണ്ട്. കേരളത്തിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. ഭാങ് എന്ന് പറയുന്ന സംഗതി ഇതേ ഹോളി സമയത്ത് ഡൽഹിയിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള കോളേജ് വിദ്യാർത്ഥികൾ പോലും ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ ചെന്ന ആളുകൾ ഉപയോഗിക്കും. പക്ഷേ ഇവിടെ അത് ഉപയോഗിക്കാൻ പാടില്ല. നിരോധനം ഇവിടെ മാത്രമല്ല, കുംഭമേളയിൽ പോയ സമയത്തൊക്കെ അവിടെ പോയ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് ഇട്ടതും ഒക്കെ ഈ കഞ്ചാവ് പുകയ്ക്കുന്നതും ഒക്കെ തന്നെയാണ്. മാത്രമല്ല ഇവിടുന്ന് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയാൽ, ഇപ്പോൾ കസോൾ പോലെയുള്ള സ്ഥലത്തേക്കൊക്കെ പോയാൽ അവിടെയൊക്കെ പോയി ഇവിടുത്തെ ഒന്നാമത് ഇപ്പം നല്ല യാത്രികരാണ് മലയാളികൾ. അവിടെ ചെന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ അവരിടുന്ന റീൽസൊക്കെ ഇതൊക്കെ പുകയ്ക്കുന്നത് തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ കൊടൈക്കനാൽ പോലെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ മറ്റേ മാജിക് മഷ്റൂം ഒക്കെ ഉപയോഗിക്കുന്നത്. അതാണെങ്കിൽ മാജിക് മഷ്റൂം ഒരു അപകടകാരിയായ ഒരു ഡ്രഗ് എന്നുള്ള നിലയ്ക്ക് പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല എന്ന മട്ടിലൊക്കെയുള്ള കമൻറ്റുകൾ കോടതിയിൽ നിന്നൊക്കെ വരുമ്പോൾ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നു. ഇതിനെയൊക്കെ എടുത്ത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സാഹം, ഇതൊരു വലിയ ഹീറോയിസം എന്നുള്ള മട്ടിൽ പ്രദർശിപ്പിക്കുന്നു എല്ലാ കുട്ടികളും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ആ ഒപ്പം തന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, രാസലഹരി എന്നുള്ള വലിയ വിപത്തിനെതിരെയുള്ള വലിയ പോരാട്ടമാണ് സമാന്തരമായി നടക്കേണ്ടത്. എന്നാൽ ഇത് ഒട്ടും ചെറുതായിട്ട് കാണില്ല. എനിക്ക് തോന്നുന്നു ഇത് രാസലഹരിക്കെതിരായുള്ള പോലീസിൻ്റെയും സമൂഹ സംവിധാനങ്ങളുടെയും ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഇതിനെയും കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിനകത്ത് ഒരു കാര്യം തോന്നിയ, ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയത്, SFIയുടെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി വന്നിട്ട് അഭിരാജ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഈ പറയുന്ന SFIയുടെ നേതാവ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് അയാൾ നല്ല കൺവിൻസിംഗ് ആയിട്ടാണ് പറഞ്ഞത്. ഒരുപക്ഷെ അയാൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ അപ്പോഴും ഇങ്ങനെ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉടനടി നടപടിയെടുക്കുമെന്ന് കൂടെ പറയാനുള്ള ഉത്തരവാദിത്വം SFIയുടെയും KSUവിൻ്റെയും നേതാക്കൾക്കുണ്ട്. പക്ഷേ അത് അവർ ചെയ്തു കേട്ടോ. അവർ പിന്നീട് SFIയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മൾ ഇത് ഒറ്റയടിക്ക് കുട്ടികളെ ഒരു തരത്തിലും തള്ളിക്കളയാൻ ഞാൻ തയ്യാറല്ല. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെല്ലാവരും ഒരുമിച്ച് പറയുന്നുണ്ട്. ഈ KSUക്കാരും SFIക്കാരും പരസ്പരം പറയുന്നുണ്ട് ആകാശ് ഉപയോഗിക്കില്ല. അതായത് ഏറ്റവും കൂടുതൽ അളവ് കഞ്ചാവ് പിടിച്ചിരിക്കുന്നത് ആകാശിൻ്റെ മുറിയിൽ നിന്ന് തന്നെയാണ്. ഈ SFIക്കാരനും പറയുന്നു, അഭിരാജ് പറയുന്നുണ്ട് ആകാശ് ഉപയോഗിക്കില്ല കേട്ടോ. ഈ ആദിൽ എന്ന് പറയുന്ന ഈ റൂംമേറ്റ് ഉണ്ടല്ലോ, അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആദിലിനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് SFI നേരത്തെ ആവശ്യപ്പെട്ടത്. ആദിലും പറയുന്നുണ്ട് ആകാശ് ഉപയോഗിക്കില്ല എന്ന്. അതായത് അപ്പോൾ ഇതിനകത്തൊരു കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അന്വേഷണം പോലീസ് കൊണ്ടുവരേണ്ടതുമുണ്ട്. ഈ ആകാശ് ഉപയോഗിക്കുന്ന ആൾ മാത്രമല്ല, വിൽപ്പനക്കാരനാണ് ആകാശ് എന്നാണ് പോലീസ് പറയുന്നത്. അയാൾ അവിടുത്തെ പഠിക്കുന്ന ആളും അല്ല, അത്ര അങ്ങനെ പറയുന്നുണ്ട്. ശരിയാണ്, ആദില് KSUവിൻ്റെ നേതാവാണ്, അവിടെ മത്സരിച്ച ആളാണ്, പരാജയപ്പെട്ടു പോയി. ആദിലും പറയുന്നു, അഭിരാജും പറയുന്നു ഞങ്ങൾ രണ്ടുപേരും ഇത് ചെയ്തിട്ടില്ല, ഈ ആകാശ് ഉപയോഗിക്കുന്ന ആളുമല്ല എന്ന്. പൂർണ്ണമായിട്ടും കുട്ടികളെ നിഷേധിക്കുകയോ തള്ളിക്കളയോ ഒന്നും വേണ്ട. പോലീസ് പറയുന്നതിനെ പക്ഷേ ഇപ്പോൾ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു സംഭവം പൊതുസമൂഹത്തിലേക്ക് വന്ന സ്ഥിതിക്ക് SFIയുടെയും KSUവിൻ്റെയും നേതൃത്വം പറയേണ്ടത്, ഞങ്ങൾക്കിടയിൽ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെക്കെതിരെ നടപടിയെടുക്കും. പിന്നെ കേരളത്തിലെ പോലീസ് അങ്ങനെ കണ്ടെത്തുന്നതെല്ലാം ഇങ്ങനെ എല്ലാവർക്കും സംശയത്തിൻ്റെ ആനുകൂല്യം നമ്മൾ കൊടുക്കേണ്ടതുമില്ല. കാരണം 98% കൺവിക്ഷൻ റേറ്റുള്ള കാര്യമാണ് ഈ കേരളത്തിൽ. ഈ മയക്കുമരുന്ന് പിടികൂടുന്നതെല്ലാം ഏതാണ്ട് 98% കൺവിക്ഷൻ റേറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ റേറ്റ് ഉള്ളത് കേരളത്തിലാണെന്നുള്ളത് കൂടി ഓർക്കണം. അതെ, നമുക്ക് അടുത്ത കാര്യമായിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. എനിക്ക് തോന്നുന്നു ഇത് കൺക്ലൂഡ് ചെയ്യാം ഈ കാര്യം. അതാണ് ഹർഷൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യം തന്നെയാണ്. ചെറിയ പ്രായമാണ്. പൊതുസമൂഹ സംവിധാനങ്ങൾ വിലക്കുന്ന കാര്യങ്ങൾ പരീക്ഷിച്ചറിയാനുള്ള ത്വര ഈ പ്രായത്തിൽ ഒരു പരിധിയോളം സ്വാഭാവികവുമാണ്. അതുകൊണ്ട് തന്നെ കളമശ്ശേരി പോളിടെക്നിക്കിലുണ്ടായ നിയമലംഘനത്തെ നിയമപരമായി ശക്തമായി നേരിടുമ്പോൾ തന്നെ അത് ആ കുട്ടികളുടെ ഭാവി ആകെ ഇരുട്ടിലാക്കും വിധത്തിൽ ആകരുത് എന്ന് പൊതുസമൂഹം ഈ ഘട്ടത്തിൽ പോലീസിനോടും മറ്റ് സംവിധാനങ്ങളോടും പറയേണ്ടതുണ്ട്. കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം സ്വന്തം ഭാവിയും സമൂഹത്തിൻ്റെ ഭാവിയും ഇരുട്ടിലാക്കുന്ന വിപത്താണ് എന്ന് കൗമാരക്കാർക്കും യുവാക്കൾക്കും മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു സംഭവമായിട്ട് സംവിധാനങ്ങളും രാഷ്ട്രീയ വിദ്യാർത്ഥി യുവജന സംഘടനകളും കളമശ്ശേരിയിലെ കഞ്ചാവ് പിടുത്തത്തെ ഉപയോഗിക്കട്ടെ എന്ന് RDX പ്രത്യാശിക്കുന്നു.